ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽ. അപ്പം ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിനോമിയലിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം. എന്താണ് പോളിനോമിയൽസ്? ഞാനൊരു എക്സാമ്പിൾ തരുന്നു. 3x² പ്ലസ് 6 ഇതൊരു പോളിനോമിയൽ ആണോ? ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയാം അല്ലെ? ഇതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആണ്. ഇതിനകത്ത് ഈ 3x² 6 ഇതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ടേംസ് എന്ന് പറയാം അല്ലെ? അപ്പം ഇത് ഓൾജിബ്രായിക് എക്സ്പ്രഷനിലെ 6 എന്ന് പറയുന്ന ഈ ടേമിന് നമ്മൾ ഒരു പേര് പറയും. എന്താണെന്ന് ഓർമ്മയുണ്ടോ? കോൺസ്റ്റന്റ്. എന്താണ്? കോൺസ്റ്റന്റ്. ഇനി ദേ ഈ x² എന്ന് പറഞ്ഞ് കിടക്കുന്നില്ലേ, ഇതിനെ നമ്മൾ എന്ത് പറയുമെന്ന് അറിയാമോ? വേരിയബിൾ. അറിയായിരിക്കും എല്ലാവർക്കും, എന്നാലും ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. ഇനി ഈ 3യെ നമ്മൾ എന്ത് പറയും? എന്ത് പറയും? ഓർമ്മയുണ്ടോ? കോഎഫിഷ്യന്റ്. എന്താണ്? കോഎഫിഷ്യന്റ്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഈ വേരിയബിൾ കണ്ടോ? ഈ വേരിയബിളിന്റെ പവർ, അതായത് ഈ മുകളിൽ എഴുതിയിരിക്കുന്നതാണ് പവർ എന്ന് പറയുന്നത്. ഈ പവർ ഒരു ഹോൾ നമ്പർ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു പോളിനോമിയൽ ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? എന്താണ് ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ വേരിയബിൾ എന്ന് പറയുന്നത്? എന്താണ്? ദേ ഇതാണ്. ഈ ആൽഫബറ്റ്സ് ആണ് മോസ്റ്റും വരുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? അതാണ് വേരിയബിള്. ഈ വേരിയബിളിന്റെ മുകളിൽ വരുന്ന അതിനാണ് പവർ എന്ന് പറയുന്നത് അല്ലേ? ആ പവർ എന്ത് വരണം? ഹോൾ നമ്പേഴ്സ് വരണം. വന്നാൽ മാത്രമേ നമുക്ക് ഈ എക്സ്പ്രഷനെ പോളിനോമിയൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുന്നു. അവിടുത്തെ നമ്മുടെ വേരിയബിൾ x⁻⁻1 വന്നു. അപ്പൊ നമുക്ക് പോളിനോമിയൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതൊരു പോളിനോമിയൽ അല്ല. ഇനി x⁻1/2 എന്ന് വരുന്നു. പോളിനോമിയൽ ആയിരിക്കുമോ? ആയിരിക്കത്തില്ല കേട്ടോ. അപ്പം അത് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. 1/x−1 ഇതൊരു പോളിനോമിയൽ ആയിരിക്കുമോ? അല്ല അല്ലേ? നോട്ട് എ പോളിനോമിയൽ. എന്തുകൊണ്ടാണ്? എക്സിന്റെ പവർ എന്തായിരിക്കും? ഹോൾ നമ്പർ ആയിരിക്കുമോ? അല്ല. വേറൊരു എക്സാമ്പിൾ, √x+2 ഇതൊരു പോളിനോമിയൽ ആയിരിക്കുമോ? ആയിരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഈ എക്സ് നമുക്ക് റൂട്ടാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഈ റൂട്ട് മാറ്റുമ്പോൾ എങ്ങനെ എഴുതും? x⁻1/2 + 2 ഇങ്ങനെ വന്നാലും ഇതൊരു പോളിനോമിയൽ ആയിരിക്കത്തില്ല. ദേ നോക്കിയേ, 1/x² + 2x + 3 ഇതും ഒരു പോളിനോമിയൽ ആയിരിക്കുമോ? ആയിരിക്കത്തില്ല. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ വേരിയബിളിന്റെ പവർ എന്തായിരിക്കണം? ഹോൾ നമ്പേഴ്സ് വരണം. എന്നാൽ മാത്രമേ നമുക്കതിനെ പോളിനോമിയൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതുന്നു, നോക്കിക്കോ. √3x + 5 y + 2 x-2/11 3z + 4 2/3u + 1. നോക്കിക്കേ, ഞാനൊരു 5 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം പോളിനോമിയൽസ് ആണോ? നോക്കിയേ, ദേ ഇവിടുള്ള വേരിയബിൾ ഏതാ? എക്സ്. എക്സിന്റെ പവർ എന്താ വരുന്നേ? 1 അല്ലേ? അപ്പൊ വേരിയബിൾ ആണ്. ഇവിടെ ഉള്ള വേരിയബിൾ ഏതാ? വൈ. വൈയുടെ പവർ എന്താ? 1. ഇനി x-2/11 ഇവിടെ ഉള്ള വേരിയബിൾ ഏതാ? എക്സ്. അതിന്റെ പവർ എത്ര വരും? 1. ഇവിടെ നോക്കിയേ, 3z + 4 z ആണ് വേരിയബിള്, പവർ എന്താണ്? 1. 2/3u + 1 അല്ലേ? ഇവിടെ വേരിയബിൾ u ആണ്, യുവിന്റെ പവർ 1 ആണ് അല്ലേ?
അപ്പോൾ എന്താണ് നമുക്ക് ഇതെല്ലാം എന്താണ് പോളിനോമിയൽസ് എക്സാമ്പിൾസ് ആണ് അല്ലേ? ഇങ്ങനെ എഴുതിയാലും ഇതെല്ലാം പോളിനോമിയൽസ് ആണ്. പക്ഷെ ഈ എഴുതിയിരിക്കുന്ന പോളിനോമിയൽസിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടുത്തെ എല്ലാം വേരിയബിൾസിന്റെ പവർ എന്താണ്? 1 എന്നാണ് വന്നതല്ലേ? അപ്പൊ ഈ വേരിയബിൾസിന്റെ പവർ 1 എന്ന് വന്നു. അപ്പം നമുക്ക് എന്താണെന്നറിയാമോ? ഈ വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ എടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന വേരിയബിൾസിന്റെ പവർ എല്ലാം 1 ആണ്. അപ്പൊ നമുക്ക് ഈ ഹയസ്റ്റ് പവറിനെയാണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഇപ്പൊ ഡിഗ്രി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ വേരിയബിളിന്റെ എന്തെടുക്കണം? ഹയസ്റ്റ് പവർ എടുക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് തന്നിരിക്കുന്ന വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ ആണ് ആ പോളിനോമിയലിന്റെ ഡിഗ്രി കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ വേരിയബിളിന്റെ എല്ലാം പവർ എന്താണ്? 1 ആണ്. അപ്പൊ ഈ പോളിനോമിയലിന്റെ എല്ലാം ഡിഗ്രി എത്ര വരുന്നേ? 1 എന്നാണ് വരുന്നത് അല്ലേ? അപ്പൊ ഡിഗ്രി 1 ഉള്ള പോളിനോമിയലിനെ നമുക്കൊരു പേര് പറയും. എന്താണെന്നറിയാമോ? ലീനിയർ പോളിനോമിയൽ. എന്താണ്? ലീനിയർ പോളിനോമിയൽ. ഓക്കെ, അപ്പം എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 is called linear polynomial. അപ്പോൾ ഒരു ജനറൽ ഫോം എഴുതാലോ? ലീനിയർ പോളിനോമിയലിന് ഒരു ജനറൽ ഫോം എഴുതാം. എങ്ങനെ വരും ജനറൽ ഫോം? എങ്ങനെ നമുക്ക് എഴുതാം? ax plus b. ഓക്കെ, എന്നിട്ട് എന്താണ്? ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? a നോട്ട് ഈക്വൽ ടു 0. a 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ വേരിയബിൾ എന്തായി പോവും? 0 ആയി പോവും അല്ലേ? വേരിയബിൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം ആയിട്ട് എന്ത് പറയാം? ax plus b where a നോട്ട് ഈക്വൽ ടു 0. ഹിയർ b എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്താണെന്ന് പറയാം. ഞാൻ ഇവിടെ കുറച്ച് ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ഒക്കെ പോളിനോമിയൽ ആണോ എന്ന്. ആദ്യം നമ്മൾ പോളിനോമിയൽ ആണോ എന്ന് നോക്കണം അല്ലേ? അപ്പൊ പോളിനോമിയലിന് കണ്ടുപിടിക്കാൻ എന്താ? വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആണോ എന്ന് നോക്കുക. അപ്പൊ നോക്കിയേ, ഇവിടെ വേരിയബിൾ ഉണ്ട്. വേരിയബിളിന്റെ പവർ എന്താണ്? 2, 1 അല്ലേ? അപ്പൊ എന്താണ്? ഇതൊരു പോളിനോമിയൽ ആണ്. നെക്സ്റ്റ്, ഇതൊരു പോളിനോമിയൽ ആണോ? ആണ് അല്ലേ? ഇവിടെയും ഹോൾ നമ്പർ ആണ്. ഇവിടെ x² എക്സ് പോളിനോമിയൽ ആണ്. ഇവിടെയും പോളിനോമിയൽ ആണ്. ഇവിടെയും പോളിനോമിയൽ ആണ്. ഇവിടെയും പോളിനോമിയൽ. ഇനി പോളിനോമിയൽ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഇതിന്റെ എല്ലാം ഡിഗ്രി എത്ര ആണെന്ന് അല്ലേ? അപ്പൊ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ വേരിയബിളിന്റെ പവർ നോക്കണം. അത് ഹയസ്റ്റ് പവർ നോക്കണം. അപ്പൊ ഇവിടെ 2 വേരിയബിൾ ഉണ്ട് അല്ലേ? x² ഉണ്ട്, എക്സും ഉണ്ട്. അപ്പൊ ഹയസ്റ്റ് പവർ ഏതാ വരുന്നേ? ഹയസ്റ്റ് പവർ ഈസ് ഈക്വൽ ടു 2 ആണ് അല്ലേ? 1ഉം 2ഉം ഉള്ളപ്പോൾ 2 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം എന്താണ്? അതെ, സെക്കൻഡ് പോളിനോമിയലിലും പവർ എന്ത് വരും? 2. അപ്പൊ ഈ പവറിന് നമ്മൾ എന്താ പറയുന്നത്? ഡിഗ്രി എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഡിഗ്രി എത്ര ആണ്? 2. ഇവിടുത്തെ ഡിഗ്രി എത്ര വരുന്നത്? ഇവിടെ x² ഉണ്ട്, എക്സ് ഉണ്ട്. ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ എത്ര ആണ് വരുന്നത്? u ഉണ്ട്, u⁻1 ഉണ്ട്, u² ഉണ്ട്. ഇവിടെയും ഹയസ്റ്റ് 2. ഇവിടെ എന്ത് വരും? 2. ഇവിടെ 2. അപ്പം ഡിഗ്രി 2 ആണ് ഈ പോളിനോമിയൽസിനെല്ലാം വന്നത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പോളിനോമിയൽസിന് നമ്മൾ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പൊ ഈ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 ഈസ് കോൾഡ് എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ.
ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലായോ? നമുക്ക് നമ്മുടെ പോളിനോമിയലിന്റെ ഡിഗ്രി എപ്പോഴും 2 ആയിരിക്കും. അപ്പൊ ജനറൽ ഫോം ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ജനറൽ ഫോം ax² plus bx plus c where a not equal to 0. ഓക്കെ, നമ്മുടെ ജനറൽ ഫോം എങ്ങനെയാ വരുന്നത്? ax² plus bx plus c where a not equal to 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ കുറച്ച് പോളിനോമിയൽസ് എഴുതുന്നു. 2 മൈനസ് എക്സ് ക്യൂബ്, വെറും എക്സ് ക്യൂബ്, പിന്നെ √2 എക്സ് ക്യൂബ്, 3 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്, 3x ക്യൂബ് മൈനസ് 2x² പ്ലസ് എക്സ് മൈനസ് 1. ഈ പോളിനോമിയൽസിന്റെ എല്ലാം ഹയസ്റ്റ് ഡിഗ്രി എത്ര? 3. ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ നോക്കിയ 3ഉം 2ഉം ഉണ്ട്, ഇവിടെ 3ഉം 2ഉം 1ഉം ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടുത്തെ എല്ലാം ഹയസ്റ്റ് പവർ എന്താണ്? 3 ആണ്. ഈ ഹയസ്റ്റ് പവറിനെ നമ്മൾ എന്തെന്ന് പറയും? ഡിഗ്രി എന്ന് പറയും അല്ലേ? അപ്പൊ ഡിഗ്രി 3 ആണ്. അപ്പൊ ഡിഗ്രി 3 വരുന്ന പോളിനോമിയൽസിനെ നമുക്ക് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ക്യൂബിക് പോളിനോമിയൽ. എന്താണ്? ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ, ഈ ക്യൂബിക് പോളിനോമിയലിന്റെ നമുക്ക് ജനറൽ ഫോം എങ്ങനെ എഴുതാമെന്ന് അറിയാമോ? ജനറൽ ഫോം ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d where a not equal to 0. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ക്യൂബിക് പോളിനോമിയൽ പറഞ്ഞു, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പറഞ്ഞു, ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി 1 വരുന്ന പോളിനോമിയൽ ആണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി 2 വരുന്ന പോളിനോമിയൽ ആണ്. ഇനി ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡിഗ്രി 3 വരുന്ന പോളിനോമിയൽ ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പോളിനോമിയലിന്റെ സീറോസ് ഓഫ് പോളിനോമിയൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ലീനിയർ പോളിനോമിയലിന്റെ സീറോസ് ഓഫ് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കാം എങ്ങനെയാണെന്ന്. ഞാനൊരു പോളിനോമിയൽ എഴുതുന്നു. p of x is equal to x² മൈനസ് 3x മൈനസ് 4. ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് അല്ലേ? ഇവിടുത്തെ വേരിയബിളിന്റെ പവർ, ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെന്ന് പറയാം. ഒരു പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? ഈ എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത്, അതായത് വേരിയബിളിന്റെ സ്ഥാനത്ത് വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 1. അങ്ങനാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ വരും? p of 1, എക്സ് ഉള്ളിടത്തെല്ലാം എന്ത് കൊടുക്കണം എന്നറിയാം? 1 കൊടുക്കുക. അപ്പൊ p of 1 ഈസ് ഈക്വൽ ടു 1² മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 4. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് 3 മൈനസ് 4. ദാറ്റ് ഈസ് എന്ത് വരും? 1 മൈനസ് 7 ഈക്വൽ ടു, ഇതെന്താ? ഡിഫറെൻറ്റ് സൈൻ ആണ് അല്ലേ? അപ്പം നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? വലുതിൻ്റെ സൈൻ കൊടുക്കണം. അപ്പം എന്ത് വരും? 7 മൈനസ് 1 6 ആണ്. 7ന്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് മൈനസ് 6. അപ്പോൾ p of 1 നമുക്ക് എന്ത് കിട്ടി? മൈനസ് 6 കിട്ടി. ഇനി ഞാൻ എക്സിന് ഇതേ മൈനസ് 1 എന്ന് കൊടുക്കുന്നു. അപ്പം നമുക്കിതെങ്ങനെ വരും? എക്സ് ഉള്ളിടത്തെല്ലാം മൈനസ് 1 കൊടുക്കുക. p of മൈനസ് 1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മൈനസ് 1ന്റെ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 4. മൈനസ് 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1. ഇനി ഈ മൈനസ് 3 ഈ മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവരും? പ്ലസ് 3 മൈനസ് 4 അതുപോലെ എഴുതും. അപ്പം എന്ത് വരും? 4 3 പ്ലസ് 1 4 മൈനസ് 4 ഈക്വൽ ടു 0. ഓക്കെ, ഒരു വാല്യൂം കൂടെ ഞാൻ കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു 4. എക്സ് ഈക്വൽ ടു 4 എന്ന് കൊടുത്തു. അപ്പം നമുക്ക് p of 4 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 4² മൈനസ് 3 ഇൻറ്റു 4 മൈനസ് 4. 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 60 മൈനസ് 12 മൈനസ് 4.
ഇവിടെ നോക്കിയേ 16 അതുപോലെ എഴുതുന്നു. ഈ 12ഉം 4ഉം സെയിം സൈൻ ആണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് സൈൻ കൊടുത്താൽ മതി. 12 പ്ലസ് 4 എന്ത് വരും? 16. മൈനസ് സൈൻ കൊടുക്കുന്നു. അപ്പൊ 16 മൈനസ് 16 എന്ത് വന്നു? 0 എന്ന് വന്നു. അപ്പൊ ഈ പോളിനോമിയലിന് നമുക്ക് ഏതൊക്കെ വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോഴാണ് ഈ പോളിനോമിയൽ 0 ആയത്? -1ഉം 4ഉം അല്ലേ? അപ്പൊ ഈ -1ഉം 4ഉമാണ് ഈ പോളിനോമിയലിന്റെ സീറോസ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സീറോസ് ഓഫ് പോളിനോമിയൽ ഈസ് ഈക്വൽ ടു -1 ആൻഡ് 4. ക്ലിയർ ആയല്ലോ? ഒരു പോളിനോമിയൽ തരുന്നു. ആ പോളിനോമിയലിന് നമ്മൾ കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുക്കും. ഏത് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴാണോ 0 കിട്ടുന്നത്, ആ വാല്യൂസിനെ നമുക്ക് ആ പോളിനോമിയലിന്റെ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അങ്ങനാണെങ്കിൽ നമുക്കൊരു ജനറൽ ആയിട്ട് പറയാം, എ റിയൽ നമ്പർ കെ is said to be a polynomial of x p of x if p of k is equal to 0. ഓക്കെ, ക്ലിയർ? ഒരു റിയൽ നമ്പർ ആയ കെ എന്താണ്? സീറോസ് ഓഫ് പോളിനോമിയൽ പി ഓഫ് എക്സിന്റെ സീറോസ് ഓഫ് പോളിനോമിയൽ ആണെന്ന് പറയുവാണെങ്കിൽ എന്താണ്? പി ഓഫ് കെ ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഒരു പോളിനോമിയലിന്റെ സീറോസ് ഓഫ് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ എന്തേ? ഞാൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് തരുന്നു? 2x പ്ലസ് 3 എന്ന് കണ്ടു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, എക്സിന് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പം 0 എന്നാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പൊ പറഞ്ഞേക്കുന്നത് പി ഓഫ് കെ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? കെ കൊടുക്കാം അല്ലേ? അപ്പം പി ഓഫ് കെ ഈസ് ഈക്വൽ ടു എക്സ് മാറി കെ എന്ന് കൊടുക്കുന്നു. ക്ലിയർ? പോളിനോമിയൽ 2x പ്ലസ് 3 ആണ്. പി ഓഫ് കെ ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ ഈ എക്സിന് പകരം കെ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പി ഓഫ് കെ ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2k പ്ലസ് 3 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 0 എന്ന് എഴുതാം. ക്ലിയർ? എങ്ങനെയാണ്? പി ഓഫ് കെ ഈസ് ഈക്വൽ ടു 0 ആണ്. നമ്മുടെ പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ 2k പ്ലസ് 3 ആണ്. അത് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 2k ഈസ് ഈക്വൽ ടു ഈ 3യെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാവും? -3. k ഈസ് ഈക്വൽ ടു എന്ത് വരും? -3. 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്ക് വേണ്ടി ഇവിടെ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ്. അപ്പൊ k ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? -3/2 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്താണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചു, ഇതുപോലെ വാല്യൂസ് ഇട്ട് കൊടുക്കാതെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? k ഈക്വൽ ടു -3/2 എങ്ങനെ കിട്ടി? പി ഓഫ് കെ ഈസ് ഈക്വൽ ടു 0 എന്നെടുത്തു, എക്സിന്റെ സ്ഥാനത്ത് k കൊടുത്തു, എന്നിട്ട് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഈ -3/2 എന്ന് പറയുന്നതാണ് ഈ പോളിനോമിയലിന്റെ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. നോക്കിയേ, ഈ എഴുതിയേക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഈ -3 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എന്താണ് ജനറൽ ഫോം? എങ്ങനെ വരുന്നത്? ax പ്ലസ് ബി അല്ലേ? അപ്പൊ ഈ ബി അല്ലേ ഇവിടെ 3 കിട്ടിയേക്കുന്നത്? ഇനി 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഒരു ജനറൽ ഫോം എഴുതാം. എങ്ങനെ? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ax പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ പി ഓഫ് കെ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ak പ്ലസ് ബി. ഇതാണ് ജനറൽ ഫോം, ലീനിയർ പോളിനോമിയലിന്റെ ആണ്. അപ്പൊ ak പ്ലസ് ബി ആണെങ്കിൽ നമുക്ക് k എന്തെന്ന് കിട്ടി? k എങ്ങനെ കിട്ടി? k ഈസ് ഈക്വൽ ടു മൈനസ്, ഇവിടെ 3 അല്ലേ? അപ്പൊ -b/a. കണ്ടോ? -b/a. അപ്പൊ ഈ -b എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതണ്ടേ? b എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പൊ മൈനസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് അല്ലേ?
കോഎഫിഷ്യൻ്റ് ഓഫ് എന്ത് വരും എക്സ് അല്ലേ, ഫസ്റ്റ് ഇതാണ് വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, കോഎഫിഷ്യൻ്റ് ഓഫ് ക്ലിയർ. അപ്പം നമ്മുടെ ഈ ലീനിയർ പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ കണ്ണുമടച്ച് നമുക്ക് എങ്ങനെ എഴുതാം, -b/a. ജനറൽ ഫോം ഓർത്തിരിക്കണം, ax+b ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്തുള്ളത് എന്താണ്, നമ്മുടെ താഴെ വരും b/a, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. ഇനി മേളിൽ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ടേം ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ രണ്ട് രീതിയിലല്ലാതെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, k = -b/a വെച്ചിട്ട്. ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം, നോക്കിയേ. p of x = 4x + 2 കിട്ടിയല്ലോ. അപ്പൊ ഈ പോളിനോമിയൽ എന്താണ്, ലീനിയർ പോളിനോമിയൽ ആണ്. എങ്ങനെ കണ്ടുപിടിച്ചു, വേരിയബിളിന്റെ പവർ 1 ആണ് അല്ലെ. അപ്പൊ ഇതിന് ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ജനറൽ ഫോം എങ്ങനെയാ വരുന്നത്, ax+b. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോളിനോമിയലിന്റെ എയും ബിയും എടുത്തെഴുതാമല്ലോ അല്ലെ. എ എന്ത് വരും, 4, ബി എന്ത് വരും, 2. ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം സീറോസ് ഓഫ് പോളിനോമിയൽ. സീറോസ് ഓഫ് പോളിനോമിയൽ എങ്ങനെ കണ്ടുപിടിക്കാം, ഇക്വേഷൻ എന്തായിരുന്നു, -b/a. ഇവിടെ b എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ -2/a എന്ന് പറഞ്ഞാൽ 4. ഇനി ഇതിനെ രണ്ടിനെ ഒരു കോമൺ സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം അല്ലെ, 2 വെച്ചിട്ട്. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2ഉം 4ഉം ഉണ്ട്. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, -1/2. അപ്പോൾ -1/2 ആണ് നമുക്ക് ഈ പോളിനോമിയലിന്റെ സീറോസ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് കിട്ടി. ഇനി ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം. ഞാൻ ചെയ്ത സീറോസ് ഓഫ് പോളിനോമിയൽ ശരിയാണോ എന്നറിയണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, നമ്മുടെ ഈ പോളിനോമിയലിന്റെ എക്സിന്റെ സ്ഥാനത്ത് ഈ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. നോക്കിയേ, 4 × x എക്സ് ആയിട്ട് എടുക്കേണ്ടത് ഈ കിട്ടിയ ആൻസർ, ദാറ്റ് ഈസ് -1/2 പ്ലസ് ബാക്കി അതുപോലെ എഴുതുക 2. അപ്പോൾ അതേ നോക്കിയേ, 4ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാൻ എന്ത് കിട്ടും, ഇവിടെ 2 കിട്ടും. അപ്പം നമുക്ക് 2 × -1 എന്ത് വരും, -2 അല്ലേ. പിന്നെന്തുണ്ട്, 2. 0 കിട്ടിയില്ലേ. അപ്പം ചെയ്തത് കറക്റ്റ് ആയില്ലേ. അപ്പം നമുക്കൊരു പോളിനോമിയൽ തന്നാൽ ആദ്യം എന്ത് ചെയ്യണം, ഇതൊരു ലീനിയർ പോളിനോമിയൽ ആണോ എന്ന് നോക്കുക. ലീനിയർ പോളിനോമിയൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വേരിയബിളിന്റെ പവർ 1 ആണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോളിനോമിയലിന്റെ ജനറൽ ഫോം ax+b ആണ്. അവിടെ എയും ബിയും എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, -b/a. ലീനിയർ പോളിനോമിയൽ ആണെങ്കിലാണേ. എന്നിട്ട് എന്ത് ചെയ്യണം, ബിയും എയും കൊടുക്കുക, ഒരു വാല്യൂ കിട്ടും. അതാണ് നമ്മളുടെ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ഇനി ഇത് ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കിയത്. എന്താണ്, നമ്മുടെ ഈ പോളിനോമിയലിന്റെ എക്സിന്റെ സ്ഥാനത്ത് എന്തെന്ന് കൊടുത്തു, നമുക്ക് കിട്ടിയ ഈ വാല്യൂ ഇട്ട് കൊടുത്തു. 0 കിട്ടുന്നെന്നുണ്ടെങ്കിൽ ഈ ചെയ്തത് ശരിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.